വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വലിയൊരു സൈനിക വിന്യാസം പോലെ ഒരു ആ, സംഭവം നടക്കുന്നുണ്ട്. അത് നമ്മുടെ ചൈനയും അമേരിക്കയും കൂടെ നടത്തുന്നതാണ്. അവരുടെ കപ്പലുകൾ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പൊ പുറത്തു വരുന്നു. ഇത് സത്യമാണോ? അപ്പൊ ഇതേ തുടർന്ന് ഇന്ത്യ ഇപ്പോ ആ, നോട്ടാം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബേ ഓഫ് ബംഗാളിൽ എന്നറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇന്ത്യൻ നോട്ടാം അവിടെ പ്രഖ്യാപിക്കുന്നതാണ്, മിസൈൽ പരീക്ഷിക്കാനാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നോട്ടാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇപ്പൊ അവിടുത്തെ സ്ഥിതിഗതികൾ എന്ന് പറയുന്നത്? കാര്യങ്ങൾ ഗൗരവമുള്ളതാണോ എന്ന് തോന്നുന്നു? സാധാരണ നോട്ടീസ് ടു എയർമെൻ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് പുറപ്പെടുവിക്കാറില്ല. എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഈ അടുത്ത സമയത്ത് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ അനവധി മിസൈൽ പരീക്ഷണം നടത്തി. ഇപ്പൊ ഇവിടെ ഇവര് ഈ കപ്പലുകൾ, അതായത് അമേരിക്കയുടെയും ചൈനയുടെയും നിരീക്ഷണ കപ്പലുകൾ ആണ്, രണ്ട് കപ്പലുകളാണ് അവരിപ്പോൾ ഈ പരീക്ഷണത്തെ, ഇപ്പോൾ നടക്കുന്ന പരീക്ഷണം എന്താണ് എന്നറിയാൻ, അതിന് നിരീക്ഷിക്കാനായിട്ട് രണ്ട് കപ്പലുകളാണ് അവര്. ഒന്ന് ചൈനീസിന്റെ വാങ് 5 എന്ന ഒരു കപ്പല് മലേഷ്യയുടെ ഭാഗത്ത് നിന്ന് പുറപ്പെട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അമേരിക്കയുടെ ടൈറ്റൻ എന്ന് പറയുന്ന ഒരു കപ്പൽ, അത് ഒരു നിരീക്ഷണ കപ്പലാണ്. ഇത് രണ്ടുമാണ് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ ഒരു വലിയ വാർത്ത, ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇത് നിരീക്ഷിക്കേണ്ടി വന്നത്, ഇല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ കൂടുതൽ ഈ ഒരു പരീക്ഷണത്തെ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നു, അത് തന്നെയാണ് ഇതിന്റെ ഒരു വലിയ പ്രാധാന്യം. കാരണം ആദ്യം ഒരു നോട്ടാം ഇന്ത്യ പ്രഖ്യാപിക്കുന്നു. ആ അന്ന് കൊടുത്തിരുന്ന ദൂരപരിധി 1480 ആയിരുന്നു. തൊട്ടടുത്ത ദിവസം വീണ്ടും ഇത് പരിഷ്കരിക്കുന്നു. ഈ നോട്ട 2520 പറയുന്നു അപകട മേഖല എന്ന് പറയുന്നു. വീണ്ടും ഇത് പരിഷ്കരിക്കുന്നു, 3550 എന്ന് പറയുന്നു. ഇവിടെയാണ് ഇതിന്റെ സംശയം നിൽക്കുന്നത്. ഇന്ത്യ പറയുന്നത്, ഇന്ത്യ പറഞ്ഞിട്ടില്ല ഔദ്യോഗികമായി ഇതുവരെ ഏത് മിസൈലാണെന്നോ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. നോട്ട മാത്രം പ്രഖ്യാപിച്ചിട്ടുള്ളൂ. പിന്നെ മറ്റ് വാർത്തകൾ, ഇന്ത്യയിലെ മറ്റ് മാധ്യമങ്ങളൊക്കെ നൽകുന്ന വാർത്തകൾ, മുൻപ് നൽകിയിരുന്ന വാർത്തകൾ, ഇന്ത്യ ഒരു മിഡ് റേഞ്ച് മിസൈലാണ് പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് 3500 ദൂരപരിധിയുള്ള മിസൈലാണെന്നാണ് പറയുന്നത്. രസകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ അഗ്നി 5 ദൂരപരിധി 5000 ഈ 5000 എന്ന് പറയുമ്പോൾ ഇതിന്റെ മാക്സ് റേഞ്ച് പോകുന്നത് 8000. സാധാരണ ഇതിന്റെ ഈ പറയുന്ന ദൂരപരിധി അല്ല ഇതിനുള്ളത്, 8000 അവർ പറയുന്നത്. അതായത് ആ ഒരു മിസൈൽ അഗ്നി 5 ചൈനയുടെ ഒട്ടുമിക്ക നഗരങ്ങളും യൂറോപ്പിലെ ചില ഭാഗങ്ങളും ഏഷ്യ ഫുള്ളും കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മിസൈലാണ്. ഇപ്പോൾ ഇവര് നോക്കുന്നത് ഇന്ത്യയുടെ അഗ്നി 5 ആ മിസൈലാണ് പരീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്ത്. അങ്ങനെയാണെങ്കിൽ അത് ഭൂഖണ്ഡാന്തര മിസൈലാണ്. അത് വരികയാണെങ്കിൽ ലോകത്തിലെ എല്ലാ ഒരു അതായത് ഏഷ്യൻ വൻകരയ്ക്ക് അപ്പുറമുള്ള പ്രദേശങ്ങൾ എന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു അപകടകരമായിട്ട് ഇവർ ഇതിനെ നിരീക്ഷിക്കാൻ കാരണം. അതായത് ചൈനയിലെ, യൂറോപ്പിന്റെ എല്ലാ ഭാഗവും, തെക്കനേഷ്യ, എല്ലായിടത്തേക്കും എത്തുന്നത്. അതായത് നമ്മുടെ അഗ്നി 5 എന്ന് പറയുന്ന 5000 നമ്മൾ പറയുമ്പോഴും 8000 അതിൻ്റെ ഇത്. അപ്പോൾ ഇതിപ്പോ നമ്മൾ 3500 പറയുന്നത്. പക്ഷെ എന്തായാലും അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാൻ കഴിയും 5-ന് അടുത്തത് 6 ആണ്. 6-ലേക്ക് പോകുമ്പോൾ ഈ 5000-ഉം 6000-ഉം 7000-ഉം ഒന്നും ആകില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അത് 12000 ദൈർഘ്യമുള്ള, അങ്ങനെ ചില വാർത്തകൾ നമ്മൾ മുമ്പ് കേട്ടിരുന്നു. 12000 to 15000 റേഞ്ച് എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിനോടനുബന്ധിച്ച് 2 ദിവസം മുമ്പ് വന്നൊരു വാർത്ത, ഇന്ത്യയുടെ ടിബറ്റൻ, അതായത് ഇന്ത്യയുടെ ഭാഗമല്ല, ടിബറ്റ് ചൈനയുടെ തന്നെയാണ്, ആ ഭാഗത്തേക്ക് അതിവേഗം ഇവർ റെയിൽ പണികൾ ചൈന നടത്തുന്നുണ്ട്. അപ്പോ വരുന്ന റിപ്പോർട്ടുകൾ, മാധ്യമ വാർത്തകൾ പറയുന്നത് ചൈന അതിവേഗം, അതായത് അവർ സൈനികരെ മറ്റുമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാകാം, അതിവേഗം ആ അതിർത്തികളിലൊക്കെ ഇവർ റെയിൽ ലൈനുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ കുറെ നാളുകളായി ചൈന അതിർത്തിയിൽ നടത്തുന്ന നീക്കത്തിന് ബദലായിക്കൊണ്ട് ഇന്ത്യ ശക്തമാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ബംഗാൾ ഉൾക്കടലിലെ തീരങ്ങളാണ്. നിലവിൽ നമുക്ക് അവിടെ ഉള്ളതും പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മളുടെ അവിടുത്തെ നേവൽ കമാൻഡുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് ആന്ധ്രാപ്രദേശിലാണ്, വിശാഖപട്ടണത്താണ്, നേരത്തെ തന്നെ ഉള്ള ഒരു കമാൻഡാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു നാവിക വ്യോമത്താവളമുണ്ട് വിശാഖപട്ടണത്ത് തന്നെ നമുക്ക്. ഒപ്പം ഇപ്പൊ പുതിയതായിട്ട് നമ്മളൊരു ആണവ സബ്മെറൈൻ്റെ ഫ്ലീറ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത സാധനം. അത് രാംബില്ലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിനടുത്ത് ഉള്ള ഒരു കടലിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അരിഹന്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ആണവ അന്തർവാഹിനികളുടെ ഒരു വലിയ വ്യൂഹത്തെ തന്നെയാണ് നമ്മൾ അവിടെ അണിനിരത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മളിപ്പോൾ 2001 മുതൽ നമ്മൾ അവിടെ ഡെവലപ്മെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്ന മറ്റൊരു സ്ഥലമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അവിടെ ഉള്ളത് നമ്മുടെ ANC എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. അവിടെ ആർമി, നേവി, എയർഫോഴ്സ്, ഇതിന് മൂന്നിനും എയർബേസുകൾ തുറന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഈ രാംബില്ലിക്ക് അടുത്തുള്ള ഈ പറയുന്ന ആണവ സബ്മറൈനുകളുടെ ഒരു ഫ്ലീറ്റ്, ഒരു സ്ക്വാഡ്രൺ, ഇല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രൂപ്പ് അവിടെ.
ഒപ്പം തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വരുമ്പോൾ ഇവിടെ കൂടെ ഈ മലാക്ക കടലിടുക്കിനെ സാഗൂതം നിരീക്ഷിക്കാൻ കഴിയും. ചൈനയുടെ ചെറിയ നീക്കങ്ങൾ പോലും റഡാറിലേക്ക് എത്തും. അതായത് ഒരു ഭാഗത്ത് ചൈന തിബറ്റിലേക്കും മറ്റുമൊക്കെ റെയിൽ ഗതാഗതം തുറന്നുകൊണ്ട് നമ്മുടെ അതിർത്തി ഗതാഗത സൗകര്യം തുറന്നു വരുമ്പോൾ നമ്മൾ ഈ കടലിലെ ബംഗാൾ ഉൾക്കടലിനെ ചുറ്റി വരിഞ്ഞുകൊണ്ട് പുതിയ നീക്കം നടത്തും. ഇവിടെ ഈ ബംഗാൾ ഉൾക്കടലിൽ തന്നെയാണ് നമ്മൾ ഈ പരീക്ഷണവും നടത്തുന്നത്. നമുക്കിപ്പോൾ ഈ മേഖലയിൽ ഇത്രയും മാത്രമല്ല നമുക്കുള്ളത്. നമുക്ക് തമിഴ്നാട്ടിൽ തന്നെ രാമനാഥപുരം, അരക്കോണം, അടയാറ്, ഇവിടെ എല്ലാം നമുക്ക് വ്യോമത്താവളമുണ്ട്. ഒഡീഷയിലേക്ക് വന്ന ചന്ദ്രപ്പൂരുണ്ട്, ഗോപാൽപൂരുണ്ട്. ഇങ്ങനെ ആ ഒരു മേഖല കംപ്ലീറ്റ് ഉണ്ട്. ഇപ്പൊ പുതിയതായിട്ട് നമുക്ക് പുതിയത് എന്ന് പറയാൻ കഴിയില്ല, കുറെ നാളുകളായിട്ട് പണിയിലായിരുന്നു. അതേതാണ്ട് ഫംഗ്ഷനായി വന്നിരിക്കുന്നു ഒന്ന് ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ളതും ഒപ്പം തന്നെ ഈ പറയുന്ന രാംബല്ലിക്കടുത്തുള്ള പുതിയ ഈ ആണവ അന്തർവാഹിനികളുടെ ഇതുമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ലോകരാജ്യങ്ങൾ ഇതിനെ, കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ നടത്തുന്ന ചെറുതും വലുതുമായ എല്ലാ തരം പരീക്ഷണങ്ങളും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ലോക രാജ്യങ്ങൾ ശ്രദ്ധയോട് തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇതിപ്പോൾ സംഘർഷാവസ്ഥ നമുക്ക് അതിനെ പറയാൻ കഴിയില്ല. കാരണം ഈ ഇന്ത്യ ഒരു മിസൈൽ പരീക്ഷിക്കുന്നു. ആ പരീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇതൊരു ചെറിയ റേഞ്ചിലുള്ള പരീക്ഷണമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയ സന്നാഹങ്ങളും അമേരിക്കയും ചൈനയും വരേണ്ട ഒരു കാര്യമല്ല. ചൈന സാധാരണ നോർമലി തന്നെ നമ്മുടെ പരീക്ഷണങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഇത്തരം സന്നാഹങ്ങളോട് കൂടി തന്നെ അവർ ഈ പരീക്ഷണത്തെ നിരീക്ഷിക്കാനായി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അവർ കടക്കണം എന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ലോകം കാത്തിരിക്കുന്നത് എന്താണ് ഇന്ത്യ അവിടെ പരീക്ഷണം നടത്തുന്നത് എന്നുള്ളത്. അതിന് സംശയം ജനിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഒരു നോട്ടാൻ കൊടുക്കുന്നു, അത് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ മാറ്റുന്നു, അതിന്റെ ദൂരപരിധി പിന്നെ മാറ്റുന്നു. ഇവിടെയാണ് അതിന്റെ സംശയം ജനിപ്പിക്കുന്ന അനവധി അഭ്യൂഹങ്ങളുണ്ട്. ഏതായാലും ഇന്ത്യയുടെ ഒരു സൂപ്പർസോണിക് ഭൂഖണ്ഡാന്തര മിസൈൽ ആണ് എന്ന് പറയുന്നു. 6 പോർമുനകൾ വരെ ഇതിൽ ഘടിപ്പിക്കാൻ കഴിയും, വ്യത്യസ്തമായ 6 പോർമുനകൾ. അതായത് വേണമെങ്കിൽ അതിനെ ന്യൂക്ലിയർ വാർഹെഡാക്കി മാറ്റാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അങ്ങനെ 6 വ്യത്യസ്തമായതുണ്ട്. അങ്ങനെ ഒരു വലിയ ഒരു അന്തരീക്ഷം നിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ രാജ്യങ്ങൾ ആയുധങ്ങൾ കൂടുതൽ സംഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ കരസേന യഥാവി തന്നെ അടിക്കടി പറയുന്ന ഒരു കാര്യം, ഒരു വലിയ യുദ്ധത്തിലേക്ക് നാം നീങ്ങും, 5 വർഷമെങ്കിലും നമുക്ക് ആ യുദ്ധം നീണ്ടു നിൽക്കും എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലാണ് ഇന്ത്യയുടെ ഈ ഒരു പുതിയ നീക്കം ഇപ്പോൾ ശ്രദ്ധേയമാകുന്ന ഒരു വലിയ വാർത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നമ്മുടെ രാജ്യത്തിനെ കുറിച്ച്. കാരണം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം മിസൈലുകളെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാനോ സ്വപ്നം കാണാനോ പോലും കഴിയാത്തിടത്താണ് ഇന്നിപ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന ഒരു വലിയ മിസൈൽ പരീക്ഷണം ഇവിടെ നടക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ റഷ്യ, ചൈന ഇല്ലെങ്കിൽ അമേരിക്ക, ഈവൻ ഏറ്റവും അവസാനം വന്ന് നമ്മുടെ ഉത്തര കൊറിയ പോലും നടത്തുന്ന മിസൈൽ പരീക്ഷണങ്ങളായിരുന്നു വലിയ വാർത്തകളും തലക്കെട്ടുമായെങ്കിൽ ഇന്നിപ്പോൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ട് ഇപ്പോഴത്തേത് ഇത് തന്നെയാണ്.